ഓണം എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നറുമണവും നിറയ്ക്കുന്ന ഒരു തിരുവോണ നാൾ കൂടെ വന്നെത്തി. ഓരോ മലയാളിക്കും ഓണനാളുകൾ, പ്രത്യേകിച്ചും തിരുവോണ ദിനം, കാത്തിരിപ്പുകളുടെ സാഫല്യത്തിന്റെ ദിനമാണ്. ഏറെ നാളായി ദൂരദേശങ്ങളിൽ വസിക്കുന്ന ബന്ധുമിത്രാദികൾ നാട്ടിലേക്ക് ഓടിയെത്തി പഴയ ഓർമ്മകളും സ്നേഹബന്ധങ്ങളും പുതുക്കുന്ന സുന്ദര ദിനം. തെളിമാനവും നിറപ്പൂക്കളുമായി ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമീണ സൗന്ദര്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. ദാമു, മോം ഇന്ന് എത്ര സന്തുഷ്ടനാണെന്ന് അറിയുമോ? ഈ ഓണത്തിന് എന്റെ കൊച്ചുമകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ ബ്രാ, ഞാൻ കണ്ടിരുന്നു. അവന്റെ ആദ്യത്തെ ഓണം നാട്ടില്. അമേരിക്കയിലൊക്കെ എന്തോണം! രാവിലെ തന്നെ എന്റെ കൂടെ നാട് മുഴുവൻ നടന്ന് ഓണക്കലകളും ഓണത്തപ്പനെയും കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. എന്നിട്ട് ഉണ്ണി എന്ത് ദേ വരുന്നു. അപ്പൂപ്പാ, പ്രാതലൊക്കെ കഴിഞ്ഞോ ഉണ്ണിയേ? ഇഡ്ലിയും ചമ്മന്തിയും കഴിച്ചോ അപ്പൂപ്പാ? സദ്യാവട്ടങ്ങളൊക്കെ എവിടം വരെയായി ദാമുവേ? എല്ലാം മുറക്കി നടക്കുന്നുണ്ട് തമ്പ്ര. സദ്യ ഈ വട്ടം ബഹുകേമായിരിക്കണം. ഓംബ്രാ. അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ പറ്റുന്ന തോന്നുന്നു. ദാമുവേ, പറയെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാ. ആരാ മുത്തച്ഛ പറഞ്ഞേ? വെളിച്ചപ്പാട്. വെളിച്ചപ്പാടെന്ന് വെച്ചാൽ വെളിച്ചം കാട്ടുന്നവൻ എന്നർത്ഥം. ദേവീഭാവം നമ്മളെപ്പോലുള്ളവർക്ക് ദർശിക്കാൻ സാധിക്കില്ല. അപ്പോ ദേവി വെളിച്ചപ്പാടിൽ സന്നിവേശിച്ച് നമ്മുടെ വീടുകളിലെത്തും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ. ദാമുവേ, ഇതൊക്കെ അകത്തോട്ടെടുത്തോളൂ, ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ഹേയ്, എങ്ങടാ ഗോപിയെ ധൃതിയില്? ഇന്ന് വേലയല്ലേ, കാവിലെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. മോഹിനിയാട്ടവും കേരള നടനവും ഒക്കെ ഉണ്ടെന്നാ കേട്ടെ. ഇത് എവിടെയും ഒന്ന് ഒതുക്കി കുളിച്ച് ശുദ്ധായി വേഗം പുറപ്പെടണം. കിടാവ് പോണേന് മുന്നേ അത്രയിടം വന്നോളൂട്ടാ. എന്താ ഞാൻ ചെല്ലട്ടെ വല്യങ്കുന്നേ? അങ്ങനെ ആവട്ടെ. അപ്പൂപ്പ, എനിക്കും പോണം വേലക്ക്. പോകാലോ. ഇനി ഇത്രയിടം വന്നിട്ട് വേല കണ്ടില്ലെന്ന് വേണ്ട, നടക്കുക. എന്തായി ഗോപിയെ, പരിപാടി തുടങ്ങാറായോ? ദേ ഇപ്പൊ തുടങ്ങും വല്യങ്കുന്നേ, അങ്ങിരുന്നാട്ടെ. ഇരിക്ക കുട്ടിയെ. നമ്മൾ എന്ത് ഡാൻസ് കാണാനാ പോണേ മുത്തച്ഛ? മോഹിനിയാട്ടം. ആരാ മുത്തച്ഛ മോഹിനി? വളരെ സുന്ദരിയായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ അസുരന്മാരെ മയക്കി അമൃത സ്വന്തമാക്കാൻ ദേവന്മാരെ സഹായിച്ച വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണ് ഈ മോഹിനി.
തക്കിട്ട ജീം തക്കിട്ട തകജോണു തും നേരം ഒരുപാട് ഇരുട്ടി. കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ? നമുക്ക് വീട്ടിൽ പോകാം. നാളെ പുലർച്ചെ എഴുന്നേക്കണം കേട്ടോ, ഓണമല്ലേ. പൂപ്പ. ഉണ്ണിയേ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? ഉണ്ണിയേ, സദ്യയൊക്കെ കഴിച്ചോ ഉണ്ണിയേ? പൂപ്പ. ഇന്ന് തിരുവോണമല്ലേ, കവലയിൽ ഒരുപാട് ഓണക്കളികൾ ഉണ്ടാവും. മോനിതൊക്കെ കാണണ്ടേ? എന്നാ വാ പൂപ്പ, നമുക്ക് ഓണക്കളികൾ കാണാൻ പോവാം. പേടിച്ചു ഉണ്ണിയേ? ഏയ് ഇല്ല അപ്പൂപ്പ, ആ പാവം പുലി മരിച്ചു അപ്പൂപ്പ. അതൊക്കെ വെറും ആൾക്കാരല്ലേ ഉണ്ണിയേ, അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. മോൻ വിഷമിക്കണ്ട കേട്ടോ. ഇനിയുണ്ടോ അപ്പൂപ്പ ഇതുപോലുള്ള കളികൾ? ഓണക്കാലത്ത് ഇതുപോലെ നടത്തുന്ന മറ്റൊരു കളിയാണ് കുമ്മാട്ടി. എന്താ അപ്പൂപ്പ കുമ്മാട്ടി? ഒരിക്കൽ ശിവനും പാർവതിയും കാട്ടാള രൂപത്തിൽ അർജുനന്റെ മുന്നിലെത്തി. തുല്യശക്തികളായ ശിവനും അർജുനനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ഏറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ അർജുനനെ ശിവൻ കീഴ്പ്പെടുത്തി. കേവലം ഒരു കാട്ടാളനോട് അടിയറവ് പറയേണ്ടി വന്നതിൽ അർജുനൻ അതീവ ദുഃഖിതനായി. ശിവൻ തന്റെ കിരാത രൂപം വെടിഞ്ഞ് അർജുനനെ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും ശിവന്റെ അസംഖ്യം ഭൂതഗണങ്ങൾ അവിടെ എത്തി ശിവനെയും പാർവതിയെയും വാഴ്ത്തിപ്പാടി നൃത്തം ചെയ്തു. ഇതിന്റെ സ്മരണ ഉണർത്താനാണ് കുമ്മാട്ടികൾ ഇറങ്ങുന്നത്. അപ്പൂപ്പ എനിക്ക് ഇപ്പൊ കുമ്മാട്ടിക്കളി കാണണം.
എങ്ങോട്ടാ പോകുന്നേ അപ്പൂപ്പ? എന്തായാലും ഇത്രയിടം വരെ വന്നതല്ലേ, ദേവിയെ കണ്ട് തൊഴുതിട്ട് പോവാം. ഇതേതാ അപ്പൂപ്പ ഈ അമ്മാവൻ? നോ മാവേലി, നമ്മെ കുറിച്ചൊന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നുണ്ടോ? മാവേലിയെ പറ്റി മുത്തശ്ശൻ നിറയെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ണിയുടെ ആദ്യത്തെ ഓണമല്ലേ, അങ്ങനെ ആവുമ്പോ നോം കുട്ടിക്കൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമാകൂലോ. ഉണ്ണിക്ക് എന്താ വേണ്ടേ ചോദിച്ചോളൂ. എനിക്ക് 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 ഇന്ന് കണ്ട എല്ലാ കലാരൂപങ്ങളും ഒരുമിച്ച് ഒന്നുകൂടി കാണണം. ഐ, അത്രേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ. നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം ചൈവ ആകാരായ നമോ നമഃ. നമന്തി ഋഷയോ ദേവാഃ നമന്ത്യപ്സരസാം ഗണാഃ നരാ നമന്തി ദേവേശം നകാരായ നമോ നമഃ. ഒരാഴ്ച പോയതറിഞ്ഞില്ല.
ഉണ്ണി ഇന്ന് പോവാണല്ലേ? എനിക്ക് പോവണ്ട അപ്പൂപ്പ, ഞാൻ പോവൂല, ഞാൻ ഇവിടെ നിന്നോളാം. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. ഉണ്ണിക്ക് പഠിച്ചു വലിയ ആളാവണ്ടേ. നോക്ക്, ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഉണ്ണി വരുന്നത് കാത്തിരിക്കുക. കുഞ്ഞിക്കിളികൾക്ക് പാടി രസിക്കുവാൻ കുഞ്ഞിച്ചില്ലകൾ വേണ്ടേ, കുഞ്ഞിച്ചില്ലകൾ കാടിത്തിവർക്കുവാൻ കുഞ്ഞുമരങ്ങൾ വേണ്ടേ, കുഞ്ഞുമരങ്ങൾക്കു വേരു പിടിക്കുവാൻ മണ്ണും മഴയും വേണ്ടേ, മണ്ണും മഴയും വേണ്ടേ. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ നിറഞ്ഞൊഴുകുന്ന ഓണാശംസകൾ തിരക്കിന്റെ ഈ ആധുനിക ലോകത്ത് മനുഷ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാൻ പര്യാപ്തമാവും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും വർക്ക് സ്റ്റേഷൻ 2-ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.